കായിക പരിശീലനം നേടുന്ന വിദ്യാർത്ഥികൾക്കായി മൾട്ടി ജിംനേഷ്യം സജ്ജീകരിച്ച് മാർ ബേസിൽ ഹയർ സെക്കൻഡറി സ്കൂൾ നവതി ആഘോഷങ്ങളുടെ ഭാഗമായി നിർമ്മിച്ച സ്പോർട്സ് കോംപ്ലക്സിലാണ് ജിംനേഷ്യം സജ്ജീകരിച്ചിരിക്കുന്നത്. ഇതോടൊപ്പം സ്മാർട്ട് കിച്ചണും മെസ്സും തയ്യാറാക്കിയിട്ടുണ്ട്. 1936 മാർ ബേസിൽ സ്കൂൾ സ്ഥാപിതമായത്. കോതമംഗലം മാർത്തോമാ ചെറിയ പള്ളി സ്ഥാപിതമായതിനു ശേഷം പള്ളിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ആദ്യത്തെ സ്ഥാപനമാണ് മാർ ബേസിൽ സ്കൂൾ. നവതി ആഘോഷവേളയോടനുബന്ധിച്ചാണ് നവതി മെമ്മോറിയൽ ബിൽഡിംഗ് നിർമ്മിച്ച് സമർപ്പിച്ചിരിക്കുന്നത്. 2 നിലകളിലായി പണികഴിപ്പിച്ചിട്ടുള്ള കെട്ടിടത്തിന്റെ താഴെയുള്ള നിലയിൽ കായിക പരിശീലനത്തിനായി എത്തിയിട്ടുള്ള കുട്ടികൾക്കായുള്ള സ്മാർട്ട് കിച്ചണും മെസ്സും മുകളിലത്തെ നിലയിൽ ജിംനേഷ്യവും ആണ് ഒരുക്കിയിരിക്കുന്നത്. അത്യാധുനിക രീതിയിൽ സജ്ജീകരിച്ചിട്ടുള്ള മൾട്ടി ജിംനേഷ്യമാണ് ഇവിടെയുള്ളത്. ഒരേ സമയം 30ഓളം കുട്ടികൾക്ക് ജിംനേഷ്യത്തിൽ പരിശീലനം സാധ്യമാണ്. ഇതേക്കുറിച്ച് സ്കൂൾ മാനേജർ ബാബു കൈപ്പള്ളിൽ ഇങ്ങനെ വ്യക്തമാക്കുന്നു. സ്പോർട്സിൽ നമ്മൾ സ്റ്റേറ്റ് മീറ്റ് അതുപോലെ നാഷണൽ മീറ്റുകളെല്ലാം പങ്കെടുത്തിട്ടുണ്ട്, വിജയം വരിച്ചിട്ടുമുണ്ട്. ഈ തവണ നമ്മൾ കൂടുതൽ കുട്ടികളെ സ്പോർട്സിലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ടും ഫുട്ബോളിലേക്ക് കൂടുതൽ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ അധ്യാപകരും മാനേജ്മെന്റും ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്കൂളിന്റെ കായിക രംഗത്തെ മികവിന് എക്കാലവും ഉപകരിക്കുന്ന ഒന്നാണ് പുതുതായി നിർമ്മിച്ച നവതി മെമ്മോറിയൽ ബിൽഡിംഗും മൾട്ടി ജിംനേഷ്യവും എന്നും സ്കൂളിന്റെ ഭാവിയിലേക്ക് ഉപകരിക്കുന്ന പ്രവർത്തനങ്ങളാണ് മാനേജ്മെന്റ് കൈക്കൊണ്ടിട്ടുള്ളതെന്നും പ്രിൻസിപ്പൽ ഫാദർ പി.ഒ. പൗലോസ് വ്യക്തമാക്കി. ഒരു വലിയ മികവിലേക്ക് ഇത് ഉപകരിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ സ്കൂളിൻ്റെ അക്കാദമിക കാര്യങ്ങളിൽ വലിയ ഒരു കാൽവെപ്പാണ് ഈ കഴിഞ്ഞ നാളുകളിൽ ഈ സ്കൂൾ നടത്തിയിട്ടുള്ളത്. തുടർന്നുള്ള നാളുകളിലും മാർ ബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ മികവിലേക്കുള്ള പ്രയാണത്തിലേക്ക് ഏറെ ഉപകരിക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങളാണ് മാർ ബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ബഹുമാനപ്പെട്ട മാനേജ്മെൻറ്റ് ചെയ്തു തരുന്നത്. നവതി മെമ്മോറിയൽ ബിൽഡിംഗിന്റെ കൂദാശ കർമ്മം മാർത്തോമാ ചെറിയ പള്ളി വികാരി ഫാദർ സാജു ജോർജ് കൂരിക്കാപ്പള്ളിയിൽ നിർവഹിച്ചു. കോംപ്ലക്സിന്റെ ഉദ്ഘാടനം ബുധനാഴ്ച ആന്റണി ജോൺ എം.എൽ.എ. നിർവഹിക്കും. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.